തിരുവനന്തപുരം നന്ദിയോട് ആലംപാറയിൽ പടക്കശാലയിലുണ്ടായ തീപിടുത്തത്തിൽ പരിക്കേറ്റ ഷിബു മരിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. വിവരങ്ങൾ ഡി ബിനോയ് നൽകും. ബിനോയ്, ഇന്നലെയാണ് പടക്കശാലയിൽ തീപിടുത്തമുണ്ടായി 80% പരിക്കേറ്റ ഷിബു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കൂടാതെ തന്നെ ഈ പടക്കശാലയിൽ തീ പിടിക്കാനുണ്ടായ കാരണം വ്യക്തമായിട്ടുണ്ടോ? ഇന്നലെ രാവിലെ 10:30 മണിയോടുകൂടിയാണ് നന്ദിയോടുള്ള ശ്രീമുരുക പടക്കക്കടയിൽ അഗ്നിബാധ ഉണ്ടാകുന്നത്. ഷിബുവിന്റെ വകയായിട്ടുള്ള പടക്കക്കടയായിരുന്നു അത്. സാധാരണഗതിയിൽ ഈ നന്ദിയോട് ഗ്രാമം തന്നെ പടക്ക സാമഗ്രികൾ വിൽക്കുകയും അതുപോലെ നിർമ്മിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രാമമാണ്. അത്തരത്തിൽ ഷിബു ഇത് ലൈസൻസി അല്ലായിരുന്നു, ഷിബുവിന്റെ ഭാര്യയായിരുന്നു ലൈസൻസി. രാവിലെ കട തുറന്നതിന് ശേഷം കടയ്ക്കകത്ത് പടക്ക നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്താണ് വലിയ ഒരു പൊട്ടിത്തെറി ഉണ്ടാവുകയും കട പൂർണ്ണമായി നശിക്കുകയും ചെയ്തത്. ഷിബു മാത്രമാണ് ആ സമയത്ത് പടക്കക്കടയിൽ ഉണ്ടായിരുന്നത്. ഷിബുവിന് 80% മുകളിൽ പൊള്ളലേറ്റിരുന്നു. ഈ പൊള്ളലിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഷിബുവിനെ മാറ്റുകയും ചെയ്തിരുന്നു. പിന്നീട് അഗ്നിശമന സേന എത്തിയാണ് കത്താതെ കിടന്ന പടക്കങ്ങളെല്ലാം തന്നെ കെടുത്തിയതും ഒപ്പം തന്നെ വെള്ളം ഒഴിച്ച് തണുപ്പിച്ചതും. അതിന് തൊട്ട് പിന്നാലെ മറ്റ് കടകളിലെ പ്രശ്നങ്ങൾ, അതായത് അപായ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യങ്ങളിൽ പോലീസ് ഉൾപ്പെടെയുള്ളവർ പരിശോധന നടത്തുകയും ചെയ്യും. ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത്, സാധാരണ അനുവദിക്കുന്നതിനേക്കാൾ കൂടുതൽ പടക്കങ്ങളും വെടിക്കോപ്പുകളും എല്ലാം തന്നെ അവിടെ സൂക്ഷിച്ചു വെച്ചിരുന്നതാണ് ഇത്തരത്തിൽ ഒരു അപകടത്തിലേക്ക് വഴിവെച്ചതെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. നേരത്തെയും ഷിബുവിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഒരു പടക്കക്കട നടത്തിയിരിക്കുമ്പോഴൊരു അപകടമുണ്ടായിരുന്നു. അന്ന് ഇയാളുടെ ലൈസൻസ് റദ്ദാക്കിയെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇതേ തുടർന്ന് പിന്നീട് രണ്ടാമത് ഇയാളുടെ ഭാര്യയുടെ പേരിൽ ലൈസൻസ് എടുത്തായിരുന്നു പടക്കക്കട നടത്തി പോന്നിരുന്നത്. നന്ദിയോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇതുപോലെ തന്നെ നിരവധി പടക്കക്കടകളുണ്ട്. എന്നാൽ അവിടെ ഇത്തരത്തിൽ അപകടങ്ങൾ സാധാരണമല്ല. ഇത് അവിചാരിതമായി ഉണ്ടായ ഒരു എന്നാണ് പോലീസും പറഞ്ഞു വെക്കുക. എന്നാൽ ഒരു കാര്യം കണ്ടെത്തിയിരിക്കുന്നത്, ആ കടയിൽ സൂക്ഷിക്കാൻ നൽകിയിരിക്കുന്ന ലൈസൻസിനേക്കാൾ കൂടുതൽ, അതായത് അനുവദനീയമായതിനേക്കാൾ കൂടുതൽ പടക്ക സാമഗ്രികൾ അവിടെ സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള തീപ്പൊരിയോ മറ്റോ വീണു ആയിരിക്കാം ഇത്തരത്തിൽ ഒരു വലിയ സ്ഫോടനത്തിലേക്ക് വഴിവെച്ചതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല, കട പൂർണ്ണമായും, അത് കോൺക്രീറ്റ് കെട്ടിടമായിരുന്നു, ആ കോൺക്രീറ്റ് കെട്ടിടം പൂർണ്ണമായും തകർന്ന നിലയിലുമാണ്.